നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ കണ്ടിട്ട് കണ്ണീരൊന്നും തുടയ്ക്കണ്ട അർച്ചന. നീ കരയുന്നത് കാണാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. കാരണം ഈ കണ്ണീരിന്റെ കാരണക്കാരി ഞാൻ തന്നെയാ. അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അതിരെ നീ ഇന്നു മുതൽ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും സ്വാർത്ഥയായത്? ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഒരമ്മയുടെ അവകാശം നഷ്ടപ്പെടുമെന്ന് ബോധ്യമായപ്പോ ഇനി അതും പറഞ്ഞ് സന്ദീപ് എന്നെ കുറ്റക്കാരിയാക്കാണോ? ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് കരഞ്ഞോണ്ട് പോയത് എന്റെ ഏട്ടന്റെ ഭാര്യയും നിന്റെ സ്വന്തം ചേച്ചിയാ. നമ്മളെ പോലെ തന്നെ മോളുടെ മേലെ അവകാശം ഏട്ടത്തിക്കും ഉണ്ട്. ഇല്ല, അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ള അവകാശമൊക്കെ മതി എന്റെ മോക്ക്. എന്റെ ചേച്ചിയാണെങ്കിൽ ആ സ്നേഹവും ബഹുമാനവും ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ബഹുമാനം ഉള്ളതുകൊണ്ടാ ഞാനിത് പറയാൻ ഇത്രയും വൈകിയത്. സന്ദീപും ഞാനും നമ്മുടെ കുഞ്ഞും നമ്മുടെ 3 പേരുടെയും സ്വകാര്യതയിലേക്ക് 4ാമതൊരാൾ വരണ്ട. അതെനിക്കിഷ്ടമല്ല. അതെന്റെ ചേച്ചിയായിരുന്നാലും സന്ദീപിന്റെ ചേട്ടനായിരുന്നാലും ശരി. ഇത്രയും നാളും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇനി നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്താനാ എന്റെ തീരുമാനം. അതെനിക്ക് അറിയാൻ ചെയ്യാം. എന്റെ കൊച്ചു ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെയാ, അല്ലാതെ അമ്മയുടെ ചേച്ചി ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അതിനെ ചുമന്ന് പ്രസവിച്ചത്. എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നെ കണ്ടിട്ട് കണ്ണീരൊന്നും തുടയ്ക്കണ്ട അർച്ചന. നീ കരയുന്നത് കാണാൻ വേണ്ടി തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. കാരണം ഈ കണ്ണീരിന്റെ കാരണക്കാരി ഞാൻ തന്നെയാ. നീ എന്റെ അനിയത്തിയെ ഓരോന്ന് പറഞ്ഞ് വശത്താക്കിയപ്പോ ഞാനും വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയെന്നേ ഉള്ളൂ. നിന്റെ ആതിര നിന്നോട് എന്തു പറഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. കുഞ്ഞിനെ മേലില് എടുക്കരുതെന്നാണോ അവള് പറഞ്ഞ്? അതോ കുഞ്ഞിനൊന്ന് നോക്ക് പോലും ചെയ്യരുതെന്നോ? രണ്ടായാലും അവൾ ഇതന്നല്ലേ പറഞ്ഞേ. എന്റെ അനിയത്തി എന്നോട് പറയുന്നത് കേട്ടാ ഞാനും ഇതുപോലെ ഇരുന്ന് കരയണം. പിന്നെ ആവശ്യത്തിലധികം മനക്കെട്ടിയുള്ളോണ്ട് ഞാനിരുന്ന് കരയുന്നില്ലെന്നേ ഉള്ളൂ. എന്ത് രസാന്നോ നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കാണാൻ. എന്തു വന്നാലും പതറാത്തവൾ, മനക്കട്ടിയുടെ അവസാന വാക്ക്, കരളുറപ്പിന്റെ പര്യായം, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാ അർച്ചനയ്ക്ക് പുറത്ത്. നിന്നെ തോൽപ്പിക്കാനും കരയിക്കാനും അവന്തികയ്ക്ക് പ്രായമോ തൂക്കമോ ഒന്നും ആവശ്യമില്ല. ഒരു കൊച്ചു കുഞ്ഞു മതിയെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? അല്ല, നീ എന്തു വിചാരിച്ചു? ആ പീറ കൊച്ചു ജനിക്കുന്നതോടെ ഞാൻ തോറ്റ് ഒരു മൂലയ്ക്കൊതുങ്ങുന്നോ? എപ്പോഴും അർച്ചനയുടെ ഡബിൾ പവറാ അവന്തികയ്ക്ക്. അത് ആക്ഷനിലായാലും ശരി, റിയാക്ഷനിലായാലും ശരി. കുഞ്ഞ് ജനിച്ച് ഇത്ര ആയപ്പോഴേക്കും ഞാൻ നിനക്ക് തന്ന ആദ്യത്തെ തിരിച്ചടിയാ. ഇത് തന്നെ നീ താങ്ങുന്നില്ല. അപ്പോ ഇനി അങ്ങോട്ട്
അർച്ചനയുടെ കണ്ണീരിന്റെ പ്രവാഹമായിരിക്കും. ആ, നീ കരയുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല അർച്ചന. നീ ആ പഴയ വീറും വാശിയോടെ ഉയർത്തെഴുന്നേറ്റ് വാ. സത്യത്തെ നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ ആ കുഞ്ഞിനെ നമുക്കങ്ങ് നശിപ്പിച്ച് കളയാന്ന്. അപ്പോ നിന്റെ ഉള്ളിലെ മാതൃസ്നേഹം ഉണർന്നു. അബോഷനായിപ്പോയ ഞാനും ഇതുവരെ പ്രഗ്നന്റ് ആവാത്ത നീയും ജീവനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച ആതിരെ, അങ്ങനെ നെല്ലിശ്ശേരി വീട്ടിലെ മരുമക്കളെല്ലാം മൂദേവികളാണെന്ന് നാട്ടുകാര് പറയുന്നതും കേട്ട് നമുക്കിവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടായിരുന്നല്ലോ. പക്ഷെ ആ മൂന്നിൽ ഞാൻ അധികകാലം ഉണ്ടാവില്ല. അവന്തികയ്ക്ക് ഉടനെ ഒരു കുഞ്ഞുണ്ടാവും. ഞാനും കൂടി പ്രസവിച്ച് നിന്നെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ പിന്നെ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചത്. അയ്യോ, നീ അതോർത്ത് ടെൻഷനൊന്നും ആവണ്ട. നീ ഒറ്റയ്ക്കാവില്ല, നിന്റെ അനിയത്തിയും കൂടെ കാണും. ഉണ്ടാവാത്ത വിഷമത്തിൽ നീയും, ഉണ്ടായത് ചത്തുപോയതിന്റെ വിഷമത്തിൽ അവളും. ആതിര അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പ്രസവിക്കുമ്പോ ആ കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് വെച്ചു തരും. നീ തന്നെ വളർത്തിക്കോ. കുഞ്ഞമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ. എനിക്ക് അതിലൊരു പരാതിയില്ല. പിന്നെ വളർത്തുമ്പോ നിന്റെ ഈ തോറ്റോടുന്ന സ്വഭാവത്തിൽ വളർത്തരുത്. എന്റെ അവന്തികയുടെ സ്വഭാവത്തിൽ വളർത്തണം. എന്റെ വാശിയും ദേഷ്യവും എല്ലാം അടുത്ത് കണ്ടിട്ടുള്ളത് നീയല്ലേ? അപ്പോ അർച്ചന തന്നെയാ അവന്തികയുടെ കുഞ്ഞിനെ വളർത്താൻ പറ്റിയ ആള്. അതിന് സന്ദീപ് എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? നീ കുറ്റക്കാരി ആയതുകൊണ്ട്. അതിരെ, നിനക്കറിയില്ലേ, ഇത് നീ രണ്ടാമത്തെ തവണയാ മനസ്സിൽ വെച്ച് ഓരോന്ന് ഉണ്ടാക്കിയെടുത്ത് തെറ്റിദ്ധരിച്ച് വഴക്കുകൾ ഉണ്ടാക്കുന്നത്. അന്ന് എന്നോടായിരുന്നു, ഇപ്പതാ ഏട്ടത്തിയോട്. ഇതിന് മുൻപത്തെ എല്ലാം എന്റെ വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു. എന്നാ ഇതങ്ങനെ അല്ല സന്ദീപേ. ഇതെന്റെ കൊച്ചിന്റെ കാര്യമാ, എന്റെ കുടുംബത്തിന്റെ കാര്യമാ. അല്ല, ഏത് കുടുംബം? ആ കുടുംബം എങ്ങനെ ഉണ്ടായി? അത് ആരാണ് ഉണ്ടാക്കി തന്നത്? നീ ഈ പറയുന്ന കുടുംബമൊക്കെ ഉണ്ടാവാൻ അതിനുവേണ്ടി കൂടെ നിന്ന് കഷ്ടപ്പെട്ട ആളെയാ നീ കുറച്ചു മുമ്പേ കരയിപ്പിച്ചു വിട്ടത്. മറന്നില്ലല്ലോ ഒന്നും. ഇപ്പൊ നിനക്ക് വാശി ദേഷ്യമൊക്കെ ഉണ്ട്. അന്നേ കരച്ചിലെ നിലവിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കൂടെ നിന്ന് നിന്നെ ആശ്വസിപ്പിച്ചതും എല്ലാത്തിനും മുന്നിൽ നിന്നതും അർച്ചനയെടുത്തിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.